അതെ, തുടരും. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളിക്ക എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം തരുൺ മൂർത്തി ഒരുക്കുന്ന ചിത്രമാണ് തുടരും. അദ്ദേഹത്തിന്റെ മുൻകാല ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളാണ്. അത് വീണ്ടും തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം ഈ ടൈറ്റിലിലൂടെ പറയുന്നത്. തരുൺ മൂർത്തിയും മോഹൻലാലും ഒന്നിക്കുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകരും ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഈ ചിത്രത്തിന്റെ റിലീസിനായി. മറ്റൊരു പ്രത്യേകത, 15 വർഷങ്ങൾക്ക് ശേഷം പഴയ കൂട്ടുകെട്ട് വീണ്ടും തിരിച്ചെത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, അന്നത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ശോഭനയും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത ഈ ചിത്രത്തിനുണ്ട്. കൂടാതെ ഏറെ നാളുകൾക്ക് ശേഷം മോഹൻലാൽ ഒരു പച്ചയായ മനുഷ്യനായി ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരു നാടൻ കഥാപാത്രമായി എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിനുണ്ട്. ഒരു ടാക്സി ഡ്രൈവറുടെ വേഷമണിഞ്ഞാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഒരുപാട് മാസ് ചിത്രങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഇതുപോലെയുള്ള ഒരു നാടൻ കഥാപാത്രമായി മാറുന്നത്. ഇത് അദ്ദേഹത്തിന്റെ വിജയ ചിത്രങ്ങളിൽ പെടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തിന് ഒരു വിജയം അനിവാര്യമായ കാലഘട്ടമാണിത്. തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷം ഒരു വിജയ ചിത്രം കിട്ടാൻ അദ്ദേഹവും ആഗ്രഹിക്കുന്നുണ്ടാവും. മോഹൻലാലും മലയാള സിനിമയിൽ തിരിച്ചു വരേണ്ട ഒരു സമയമാണിത്. മോഹൻലാലും മമ്മൂട്ടിയും പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഒക്കെ ഹിറ്റ് സിനിമകൾ കൊണ്ട് നിറക്കുമ്പോൾ തന്നെയാണ് മലയാള സിനിമ കളറാകുന്നതും. മോഹൻലാലിന്റെ 360-ാം ചിത്രമായ തുടരും എന്ന ഈ ചിത്രം സൂപ്പർ ഹിറ്റ് ആകാൻ എല്ലാ സാധ്യതകളുമുണ്ട്. അദ്ദേഹം ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ മിക്ക ചിത്രങ്ങളും സൂപ്പർ ഹിറ്റാണ്. ശോഭനയും മോഹൻലാലും ഒന്നിക്കുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകരും കുടുംബ പ്രേക്ഷകരും ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ മോഹൻലാലിന്റെ തിരിച്ചുവരവ് അദ്ദേഹത്തിന്റെ 360-ാം ചിത്രമായ തുടരും എന്ന ഈ ചിത്രത്തിലൂടെ തന്നെയായിരിക്കും. ഇതോടെ അദ്ദേഹത്തിന്റെ വിജയ ചിത്രങ്ങളിലേക്കുള്ള തിരിച്ചുവരവും തുടരട്ടെ. ഒരുപാട് മികച്ച ചിത്രങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇനി വരാനിരിക്കുന്നത് സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രം എമ്പുരാനാണ്. എമ്പുരാന്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വർഷം അവസാനം അദ്ദേഹം സംവിധാനം ചെയ്ത ബാറോസ് എന്ന മൂവിയും റിലീസിനെത്തുന്നുണ്ട്.